ഇന്നത്തെ വീഡിയോ ചായക്കൊപ്പം വൈകുന്നേരം കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും അത്രയും ടേസ്റ്റിയുമായ ഒരു കിടിലൻ 4 മണി പലഹാരമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി സ്നാക്കാണ് ഇത്. ഇതിനായിട്ട് വേണ്ടത് കപ്പയാണ് വേണ്ടത്. കപ്പ നല്ല രീതിയിൽ ഒന്ന് തൊലി കളഞ്ഞ് കഴുകി ഇതേ രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലെ കപ്പയിലെ ആ ഒരു പാല് നമ്മളൊന്ന് ഒരു കോട്ടൺ തുണിയിലോട്ട് നമ്മൾ ഇട്ടൊന്ന് പിഴിഞ്ഞ് നമ്മൾ ആ ഒരു പാലൊന്ന് കളഞ്ഞേ വേണം നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ശർക്കരയാണ് വേണ്ടത്. ശർക്കര ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ശർക്കരപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതിയാവേ. പിന്നെ വേണ്ടത് ഏലക്കായും ജീരകമാണ്, ചെറിയ ജീരകം. പിന്നെ വേണ്ടത് റൈസ് പൗഡറാണ് ഒരു 3 സ്പൂൺ അളവിൽ. പിന്നെ വേണ്ടത് തേങ്ങ ആണ് വേണ്ടത്. തേങ്ങ ആവശ്യാനുസരണം നമുക്ക് തേങ്ങ എത്രയും ചേർക്കുന്ന അത്രയും ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ചീനിയുടെയൊക്കെ പാലൊക്കെ കളഞ്ഞ് വെച്ചിരുന്ന അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവേ. ആവശ്യാനുസരണം തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ എത്രയും ചേർക്കുന്നത് അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കരയും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും ജീരകം പൊടിച്ചതും അതും കൂടെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണവേ. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൈസ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 3 സ്പൂൺ അളവിൽ റൈസ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണവേ. എന്നിട്ട് നല്ല രീതിയിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചായക്കൊപ്പം വൈകുന്നേരം കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും അത്രയും ടേസ്റ്റിയുമായിട്ടൊരു കിടിലൻ 4 മണി പലഹാരമാണ് ഇത്. സാധാരണ നമ്മൾ ചീനി അഥവാ കപ്പ പുഴുങ്ങി അല്ലെങ്കിൽ കറി വെച്ചൊക്കെയല്ലേ കഴിക്കാറുള്ളത്. ഇങ്ങനൊരു 4 മണി പലഹാരമായിട്ട് നമ്മൾ കഴിച്ചാൽ അത്രയും ടേസ്റ്റിയാണ്. നമ്മളിതിന് ഓയിലൊന്നും ആവശ്യം വരുന്നില്ലേ. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. എണ്ണ ഒട്ടും ഉപയോഗിക്കാത്തത് കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അവർക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് ഇത്. നമുക്കിത് ആവിയിൽ വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം നമ്മുടെ ഷേപ്പിലെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വാഴയിലേക്കകത്ത് നമുക്ക് അട പരത്തുന്ന പോലെ പരത്തി നമുക്ക് ഇലയപ്പം ഉണ്ടാക്കുന്ന രീതിയിലായാലും നമുക്ക് ചെയ്തെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കത്തില്ലേ, ആ കുമ്പളപ്പം പോലെ വയനയിലേക്കകത്തും വെച്ച് നമുക്ക് ഈ ഒരു പലഹാരം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ചെയ്തെടുക്കുന്നത് സാധാ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. ഷേപ്പിലെടുത്ത് ഇഡ്ഡലിത്തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയിൽ വറുത്തെടുക്കുന്ന പലഹാരങ്ങൾക്ക് പകരം ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇങ്ങനെയുള്ള പലഹാരം ഉണ്ടാക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതേ രീതിയിൽ നമുക്ക് എല്ലാം നമുക്ക് ചെയ്തെടുക്കാവേ. അങ്ങനെ എല്ലാം ഈ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച് നമുക്കൊന്ന് ആവിയേറ്റി എടുക്കാം. നമ്മൾ അട ഉണ്ടാക്കുന്ന രീതിയിലായാലും കുമ്പളപ്പം ഉണ്ടാക്കുന്ന രീതിയിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ എളുപ്പത്തിൽ ചെയ്തെടുക്കുമ്പോൾ ഇത് തന്നെ ആയിരിക്കും നമുക്ക് ചെയ്തെടുക്കാം എളുപ്പം. അങ്ങനെ ആവിയിൽ വെന്ത് വന്നാൽ നമ്മുടെ ചൂടുള്ള ചീനി കൊണ്ടുള്ള പലഹാരം ഇവിടെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് ഇതിൽ നിന്ന് വരുന്നത്. ശർക്കരയുടെയും ഏലക്കയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിലും കിട്ടുക. ചീനി വീട്ടിലുള്ളപ്പോൾ ഇനി ഒന്നും ആലോചിക്കേണ്ട കേട്ടോ. വൈകുന്നേരം ചായക്കൊപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ളൊരു പലഹാരമാണ് ഇത്. ഇത് കുട്ടികൾക്ക് ഉറപ്പായി ഒരുപാട് ഇഷ്ടപ്പെടുകയെ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചീനി ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം.